സാറേ, പാകിസ്ഥാനിൽ നിന്നുള്ള 16 ഓൺലൈൻ ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. BBC-ക്ക് വാർത്തകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി. അപ്പം നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു വലിയ സംഘർഷാവസ്ഥ അങ്ങനെ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ കൊടുക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ വേണം, തത്സമയ സംപ്രേഷണങ്ങൾ പാടില്ല, പല കാര്യങ്ങളും ഈ നിർദ്ദേശങ്ങളൊക്കെ വരുന്നു. നമ്മൾ ഉൾപ്പെടെ പല വാർത്തകളും കൊടുക്കുമ്പോഴും അറിയാവുന്ന കാര്യങ്ങളും പരമാവധി നമ്മൾ മറച്ചു വെച്ചിട്ട് കൊടുക്കുന്നു. കാരണം സൈനികർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പം നമ്മളെ തകർക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ സർക്കാർ കർശനമായ നടപടി എടുക്കുമെന്നല്ലേ അർത്ഥമാക്കുക? അതായത് മതസ്പർദ്ധ വളർത്തുന്ന വിധം ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്ന 16 യൂട്യൂബ് ചാനലുകളെ പാകിസ്ഥാനിൽ നിന്നുള്ളത് അതാണ് നമ്മളിവിടെ നിരോധിച്ചിരിക്കുന്നത്. ഒപ്പം ഈ BBC-ക്ക് ഒരു തീക്ഷ്ണമായ കത്തും കൊടുത്തിട്ടുണ്ട്. BBC-യുടെ മേധാവി ജാക്കി മാർട്ടിന് ആണ് ഈ കത്തയച്ചിരിക്കുന്നത്. BBC-യുടെ വാർത്തകൾ കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ഡോൺ. അതെ, ഡോണിൻ്റെ പാരമ്പര്യം വേറെയാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി പോത്തൻ ജോസഫ് ഡോണിൻ്റെ പത്രാധിപരായിരുന്നു. മുഹമ്മദ് അലി ജിന്നയാണ് ഇത് തുടങ്ങിയത്. ആ കാലത്തെ ആദ്യകാല പത്രാധിപന്മാരിൽ ഒരാളായിരുന്നു പോത്തൻ ജോസഫ്. പോത്തൻ ജോസഫൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ കുറച്ച് ഭേദമായിട്ട് നടക്കുമല്ലോ അത്. ഇപ്പോൾ നിരോധിച്ചതിൽ ഡോണിൻ്റെ യൂട്യൂബ് ചാനലും ഉൾപ്പെടും. പിന്നെ വലിയ ക്രിക്കറ്റ് താരമായിരുന്ന ഷോയിബ് അക്തറിൻ്റെ യൂട്യൂബ് ചാനലും അതിൻ്റെ അകത്ത് ഉൾപ്പെടും. ഇതിനെല്ലാത്തിനും കൂടി ഈ 6.3 കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാ ചാനലുകൾക്കും കൂടി. അത്രയും പേര് ഈ വിഷം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കാണണ്ടെന്നാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഷൊഹൈബ് അക്തറിൻ്റെതിന് മാത്രം 35 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഈ നിരോധിച്ചിരിക്കുന്ന യൂട്യൂബ് ചാനലുകളിൽ ജിയോ ന്യൂസ്, റഫ്തർ, ബോൾ ന്യൂസ്, ARY ന്യൂസ്, സമ TV, സുനോ ന്യൂസ്, പിന്നെ ചില പത്രപ്രവർത്തകർ എല്ലായിടത്തും ഇങ്ങനെ ചാനലുകൾ നടത്തുന്നുണ്ടാവും. അവിടുത്തെ മാപ്രകൾ മുനീബ് ഫറൂഖ്, ഉമർ ചീമ, അസ്മ ഷിറാസി, ഇർഷാദ് ഭട്ടി തുടങ്ങിയവർ, ഉസൈർ ക്രിക്കറ്റ്, ദ പാകിസ്ഥാൻ റെഫറൻസ്, റാസി നാമ, സംന റിപ്പോർട്ട്, ഇതൊക്കെയാണ് ഈ നിരോധിച്ചിരിക്കുന്ന ചാനലുകൾ. എല്ലാത്തിനും കൂടി 6.3 കോടി സബ്സ്ക്രൈബേഴ്സ്. ഇത് പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മതസ്പർദ്ധ വളർത്തുന്ന ഉള്ളടക്കങ്ങൾ അല്ലേ, ഹിന്ദുക്കൾക്കെതിരെ പ്രത്യേകിച്ച് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കങ്ങൾ സ്ഥിരമായി സംപ്രേഷണം ചെയ്യുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ശുപാർശ പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ BBC-ക്ക് കത്ത് കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ BBC ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. പാകിസ്ഥാൻ സസ്പെൻസ് വിസാസ് ഫോർ ഇന്ത്യൻസ് ആഫ്റ്റർ ഡെഡ്ലി കാശ്മീർ അറ്റാക്ക്. കാശ്മീരിലെ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യക്കാർക്ക് വിസ നിഷേധിക്കുന്നു എന്നുള്ള ലേഖനം. നമ്മൾ നിഷേധിച്ചിരുന്നല്ലോ ഇത് നേരത്തെ, ഇന്ത്യ ഇല്ലേ? നമ്മളാണ് ഇത് ആദ്യം ചെയ്തത്. അതല്ല പ്രധാനം, ഇതാണ് ലേഖനം അവർ നിഷേധിച്ചത്. അതിൻ്റെ അകത്ത് ടെറർ അറ്റാക്ക് എന്നുള്ളതിന് പകരം മിലിറ്റന്റ് അറ്റാക്ക് എന്നാണ് പ്രയോഗിച്ചിരുന്നത്. ഭീകരാക്രമണത്തിന് പകരം തീവ്രവാദി ആക്രമണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ BBC ഇത് സ്വാതന്ത്ര്യ സമരമായിട്ടോ മറ്റോ ആണ് കാണുന്നത് എന്നുള്ള മട്ടിലാണ്. അതുകൊണ്ട് മോദി സർക്കാർ BBC-യുടെ മേധാവി ജാക്കി മാർട്ടിനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. മോനെ, ഈ പരിപാടി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിഷ്പക്ഷ അന്വേഷണം വേണം എന്ന് ചൈന പറഞ്ഞു. അതിന് ഏതാണ്ട് അതുപോലത്തെ അഭിപ്രായങ്ങൾ സിദ്ധരാമയ്യയുടെ ഒരു മന്ത്രി അവിടെ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ വിവേകത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. അങ്ങനെയല്ല ഇവരൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ അങ്ങനെയല്ല ചെയ്യുന്നത്.
കാരണം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 200 കിലോമീറ്റർ ഇപ്പുറം എങ്ങനെ കടന്നു വന്നു ഇവർ എന്ന് ചോദിച്ചു. അവിടെ ഒരു സംസ്ഥാന ഭരണകൂടമുണ്ട് ഇല്ലേ, അതെ. ഒമർ അബ്ദുള്ളയുടെ. ഒമർ അബ്ദുള്ള ഇന്ത്യൻ മുന്നണിയുടെ ഭാഗമല്ലേ? അതെ. ഒമർ അബ്ദുള്ളയെ വി.ഡി. സതീശൻ പിടിച്ച് ചോദിച്ചാൽ പോരെ എന്ത് പറ്റിയെന്ന്. അല്ലാതെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ട് എന്ത് പറ്റി? അവിടെ ഫവാദ് ഹുസൈൻ എന്ന് പറഞ്ഞ പഴയ മന്ത്രി ഇത് എടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞതും. കാരണം ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കെതിരാണ് എന്ന് ഫവാദ് ഹുസൈൻ പറയാനുള്ള ഒരു സാഹചര്യം ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സാർ, ഇപ്പോൾ നമുക്കറിയാലോ, മുംബൈ ആക്രമണം നടന്ന സമയത്ത് അന്ന് ഈ പറയുന്ന അജ്മൽ കസം ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ വരുന്നു, മുംബൈയിൽ ആ ഹോട്ടലിൽ നേരെ ആക്രമണം നടന്നു. പക്ഷേ നമ്മളും വളരെ പേടിച്ചു, ടെൻഷനാണ്. പക്ഷേ ആ സമയത്ത് ഈ ചാനലുകളെല്ലാം തന്നെ തത്സമയ സംപ്രേഷണം നടത്തി. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പോലീസിൻ്റെ നീക്കം അല്ലെങ്കിൽ ആർമിയുടെ നീക്കം അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ സ്പെഷ്യൽ സുരക്ഷാ ഗാർഡുകളുടെ നീക്കം ഇതെല്ലാം തന്നെ തത്സമയ സംപ്രേഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ തത്സമയ സംപ്രേഷണം കാണാം. അപ്പോൾ ഈ ഭീകരവാദികൾക്ക് ഫോണിലൂടെയോ മെസ്സേജ് ആയിട്ടോ ഒക്കെ ഇത് ചെല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ ഏറെ വൈകി. അന്നാണ് നമ്മളിത് തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള ലൈവ് സംപ്രേഷണം അബദ്ധമാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അക്കാര്യത്തിലൊക്കെ നിയന്ത്രണം പാലിച്ചു അല്ലെങ്കിൽ സംയമനം പാലിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ സംയമനമൊന്നും പല ചാനലുകളും ഒന്നും അങ്ങനെ പാലിച്ചൊന്നും കണ്ടില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ ഓരോ ആളുകളും എവിടെയാണ്, ഓരോ ബറ്റാലിയനും എവിടെയാണ്, ഓരോ റെജിമെന്റും എവിടെയാണ്, പുറപ്പെട്ടോ അല്ലെ, അതിൻ്റെ കൂടെ ഈ മാപ്പുകൾ പ്രസിദ്ധീകരിക്കുക, കപ്പലുകളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഡാറ്റ ഓൺലൈനിൽ ഫ്ലൈറ്റ് റഡാർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ വിമാനം എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ളതൊക്കെ അറിയാം. പാകിസ്ഥാന്റെ വിമാനങ്ങൾ എങ്ങോട്ട് ഏത് കേന്ദ്രത്തിൽ നിന്ന് ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് മാറ്റിയോ, കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് മാറ്റിയോ, ഇപ്പോൾ അവിടുത്തെ വ്യോമസേന നടത്തുന്ന പല സംഗതികളെ പറ്റിയൊക്കെ നമുക്ക് ധാരണയൊക്കെ ഉണ്ട്. പാകിസ്ഥാനെ പറ്റി പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കാം. പക്ഷെ ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മുഴുവൻ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഇന്ന് രാജ്നാഥ് സിംഗ് മോദിയെ സന്ദർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ ഏതാനും പഹൽഗാമിന് ശേഷം അവർ തമ്മിൽ കണ്ട്. അതുപോലെ സേനാ വിന്യാസം എങ്ങനെയാണ് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓരോ സ്ഥലത്ത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് നോർത്തേൺ കമാൻഡിന്റെ കീഴിലാണ് നമ്മൾ. ഇതിന്റെ അർത്ഥം നമ്മൾ വലിയൊരു തിരിച്ചടി ഉടനെ വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം മോദി പറഞ്ഞിരിക്കുന്ന അൺഇമാജിനബിൾ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രത്യാഘാതങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ 130 ആണവായുധങ്ങളുണ്ട്. ഇത് നമ്മൾ വെറുതെ ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്നതൊന്നുമല്ല. ഇത് നമ്മൾ ഇന്ത്യക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മന്ത്രിയുടെ പേര് 130 ആണവ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞയാള് ഹനീഫ് അബ്ബാസി എന്ന് പറഞ്ഞൊരുത്തനാണ്, അവിടുത്തെ റെയിൽവേ മിനിസ്റ്റർ. അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആണവ ആക്രമണം ഞങ്ങൾ നടത്തും, വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കും. ഗോറി, ഷഹീൻ, ഗസ്നാവി തുടങ്ങിയ മിസൈലുകൾ ഒക്കെ അതിൽ നമ്മൾ 130 ആണവ സ്ഫോടകങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഘടിപ്പിക്കും. ഇത് അങ്ങോട്ട് വിടും. ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് ഈ മണ്ടൻ മനീഫ് അബ്ബാസി എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞു. അപ്പോൾ 10 ദിവസം കൊണ്ട് ഞങ്ങൾ വ്യോമമേഖല അടച്ചിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് ഇന്ത്യയിലെ എയർലൈൻസുകൾ മുഴുവൻ പൂട്ടും, പാപ്പരാവും ഇന്ത്യ എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? 2018 ഇയാൾ ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. 2018 ഇയാളെ കൺട്രോൾ ഓഫ് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു. ഇയാൾ മയക്കുമരുന്ന് എഫർഡ്രീൻ
ഇത് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൈമാറി എന്ന് കണ്ടിട്ടാണ് ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നത്. ഇതാണ് ഇയാളുടെ പശ്ചാത്തലം. 10 ലക്ഷം രൂപ അവിടുത്തെ രൂപ പിഴയും ചുമത്തിയിരുന്നു. പക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോൾ ഇയാളെ വിട്ടയച്ചു ജയിലിൽ നിന്ന്. ഇതാണ് ഇയാളുടെ പശ്ചാത്തലം. അപ്പൊ ഇങ്ങനത്തെ ഒരുത്തനാണ്. അപ്പൊ ഇത്തരം പ്രസ്താവനകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു നിയന്ത്രണമില്ലാതെ ഈ വളവളാ പറച്ചില്, ആർക്ക് വേണം എന്ത് വേണം പറയാവുന്ന അവസ്ഥ അവിടെ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംഗതികളാണ് ഈ പറഞ്ഞ ഈ പൂട്ടിയ 16 ചാനലുകൾ, അവിടുത്തെ മാപ്രകളൊക്കെ ഇങ്ങോട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഇത് കാണുന്നത്? നമുക്ക് തിരിച്ചടിക്കാൻ അറിയാമല്ലോ. ആരെ പേടിപ്പിക്കാനാണ് ഈ 130 ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഇല്ലാത്തതാണോ ഇതൊക്കെ? അത് പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ലേ? മര്യാദയ്ക്ക് ഒരു യുദ്ധം ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. അതിനേതായാലും സാധ്യമല്ലല്ലോ. എന്തായാലും ABC പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്ന പല കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് നമ്മുടെ സർക്കാർ പറയുന്നു, അല്ലെങ്കിൽ ആർമിയൊക്കെ പുറത്തു വിടുന്ന ചിത്രങ്ങളോ ഫോട്ടോസോ ഒക്കെയാണ്. അല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് പറയുമ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ സാറേ? ഞാൻ മുമ്പ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് യുദ്ധകാര്യ ലേഖകന്മാർക്കൊരു പരിശീലനം നടത്തിയിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 1984 ആണെന്ന് തോന്നുന്നു. സുന്ദർജി കരസേനാ മേധാവിയായിരുന്ന കാലത്ത് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പരിശീലനം കിട്ടിയത്, 40-45 ദിവസത്തെ. അതിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇത് നിയന്ത്രണം എത്രമാത്രം വേണം എന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.